Hi friends, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി പലഹാരമാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള പാലക് പക്കോട. അപ്പോൾ പാലക് പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പിലുള്ള പാലക്ക് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. പാലക്ക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത പാലക്കിലേക്ക് പക്കോടയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞെടുത്ത 1/2 ടീസ്പൂൺ ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അയമോദകമാണ്. അയമോദകം കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പാലക് പക്കോടയ്ക്ക്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ചേർക്കുന്നില്ല. വളരെ കുറച്ച് ഐറ്റംസ് മാത്രം ചേർത്താണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. 1 കപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലക്കിൽ നന്നായിട്ട് ജലാംശം ഉള്ളത് കൊണ്ട് നമ്മളത് നോക്കിയിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ പക്കോട ക്രിസ്പിയായി വരില്ല കേട്ടോ. നമ്മുടെ മിക്സ് റെഡിയായി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. മിക്സിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ കൈവച്ചെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും, പക്ഷേ കടലമാവ് ഒന്നും കുക്കായി കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പക്കോട റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മിക്സും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ അധികം വലിക്കാത്ത പക്കോടയാണിത്. വളരെ കുറച്ച് ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്കോട എപ്പോഴും ചൂടോടെ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണിത്. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഈ പാലക് പക്കോട എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.